നമസ്കാരം, എല്ലാവർക്കും ഈസി ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കീൽ മൈക്രോവിഷൻ വെർഷൻ 5ന്റെ ഒരു ട്യൂട്ടോറിയലാണ്. ഇതിനു മുമ്പേ നമ്മൾ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. നമ്മളിത് ചെയ്യാൻ പോകുന്നത് 8051ന്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ്. നേരത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്തത് 8051ന്റെ സി പ്രോഗ്രാമിംഗ് ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8051ന്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ തവണയും പറയുന്ന പോലെ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിനടുത്ത് വരുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മൈക്രോവിഷൻ വെർഷൻ 5 ഓപ്പൺ ചെയ്യാം. ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. അത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ ഫസ്റ്റ് ട്യൂട്ടോറിയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇന്നും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഓപ്പണായി വരുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം കീൽ മൈക്രോവിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ചെയ്ത പ്രോജക്റ്റാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. Project, new microvision project. ഇനി ഞാൻ എൻ്റെ മൈക്രോവിഷൻ പ്രോജക്റ്റിന് ഇപ്പം ഞാനൊരു LED ബ്ലിങ്ങിങ്ങിൻ്റെ പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. അസംബ്ലി ലാംഗ്വേജിൽ LED ASM എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ഒരു പേരുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, LED ASM ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ സേവ് ചെയ്യാം. ഇതൊരു മൈക്രോവിഷൻ പ്രോജക്റ്റ് ആയിട്ടാണ് സേവ് ആവുന്നത്. എന്നിട്ട് സേവ് ചെയ്യാം. ഇനി അവർ നമ്മളോട് ടാർഗറ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറയും. ഇവിടെ നമുക്ക് ടാർഗറ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് 8051ന്റെ പ്രോഗ്രാമിംഗ് ആണ്. 8051 എന്ന് പറഞ്ഞാൽ ഇന്റൽ കമ്പനിയുടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് വരുന്ന 8051AH ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ കൊടുക്കുക. സ്റ്റാർട്ടപ്പ് ഫയൽ കോപ്പി ആയിട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ യെസ് കൊടുക്കുക. സ്റ്റാർട്ടപ്പ് ഫയൽ ഓൾറെഡി എക്സിസ്റ്റ്, ഓവർ റൈറ്റ് യെസ് കൊടുക്കുക. വീണ്ടും ഞാൻ നേരത്തെ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ നെയിമാണിത്. ദെൻ ടാർഗറ്റ് 1 അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് സോഴ്സ് ഗ്രൂപ്പ് 1 ഉണ്ട്. ഈ സോഴ്സ് ഗ്രൂപ്പ് 1ൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വേണം നമ്മൾ സോഴ്സ് ഫയൽ ആഡ് ചെയ്യാൻ. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ന്യൂ ഐറ്റം ടു സോഴ്സ് ഗ്രൂപ്പ് 1 പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ സി ഫയലാണ് ആഡ് ചെയ്തത്. ഇപ്പം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അസംബ്ലി ഫയലാണ്. ദെൻ അസംബ്ലി ഫയലിന് പേര് കൊടുക്കുക. ഞാൻ LED1 എന്നാണ് കൊടുക്കുന്നത്. ടൈപ്പ് ഓഫ് ഫയൽ അസംബ്ലി ഫയലാണ്. ദെൻ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ അസംബ്ലി ഫയൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിംഗ് ഈ ഫയലിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർട്ട് സെലക്ട് ചെയ്യുന്നു. ആ പോർട്ടിലേക്ക് നമ്മൾ ഒരു LED കണക്ട് ചെയ്താൽ അതിനെ ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ വേണം. LED ബ്ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർട്ടിലേക്ക് 1ഉം 0ഉം ഓൾട്ടർനേറ്റ് ആയിട്ട് പാസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത് പോർട്ട് 1 ആണ്. ആ പോർട്ട് 1ലേക്കാണ് നമ്മൾ LED കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർട്ട് 1നെ നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. സോ CPL ക്യാപ്സ് ലോക്ക് യൂസ് ചെയ്യുന്നതാണ് സാധാരണ രീതിയിൽ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗിൽ ചെയ്യുന്നത്. ഓക്കെ, P1.3 ഓർ 4 8 പോർട്ട്സ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ ഒരു ഡിലേ പ്രോഗ്രാമിനെ നമുക്ക് കോൾ ചെയ്യാം. അതിനെ നമുക്ക് വെയിറ്റ് എന്ന് ഡിക്ലെയർ ചെയ്യാം. വെയിറ്റ് എന്നാണ് എൻ്റെ ഡിലേ പ്രോഗ്രാമിൻ്റെ പേര്. ഐ കോൾ വെയിറ്റ്. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ റൈറ്റ് ചെയ്യാൻ പോകണം. എൻ്റെ വെയിറ്റിൻ്റെ റുട്ടീൻ ഇതാണ്. അതിനകത്ത് ഞാൻ ചെയ്യുന്നത് R4, R3, R2 ഇത്രയും രജിസ്റ്റേഴ്സിലേക്ക് കുറേ നമ്പേഴ്സിനെ പാസ് ചെയ്യുന്നു. അതിനെ എന്നിട്ട് ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 0 ആകുന്ന സമയത്ത് പിന്നെ റിട്ടേൺ ചെയ്യുന്നു. അതാണ് എൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ഡിലീറ്റ് പ്രോഗ്രാമിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ മൂവ്
R4, hash 05H. അതിനകത്ത് ഞാൻ ഒരു സബ് റൂട്ടീൻ ഡിഫൈൻ ചെയ്യുവാണ്. വെയിറ്റ് 1, move R3, hash 00H. വെയിറ്റ് 2. ഇതിൻ്റെ എല്ലാം അഡ്രസ്സ് പോലെയാണ് ആ വെയിറ്റ് 1, 2, 3 ആക്ട് ചെയ്യുന്നത്. അതിൽ മൂവ് R2, hash 00H. ഇനി അടുത്ത തൊട്ട് ഞാൻ ഇതിനെ ഡിക്രിമെന്റ് ചെയ്യാൻ പോണം. വെയിറ്റ് 3. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ djnz ആണ്. djnz R2, weight 3, djnz R3, weight 2, djnz R4, വെയിറ്റ് 1. വളരെ സിമ്പിളാണിത്. അപ്പോൾ അതിനകത്ത് എറർ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തൊരു റുട്ടീനെ കോൾ ചെയ്താലും ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റിട്ടേൺ ആണ്, RET. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രോഗ്രാമിംഗ്. ഇനി ഒരു SGEM കൂടെ കൊടുക്കണം. സാധാരണ കേസിൽ നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. 8051 ഇപ്പോൾ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. SGEM സ്റ്റാർട്ട് ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്. SGEM എന്ന് പറഞ്ഞാൽ ഷോർട്ട് ജെം എന്നാണ് അതിൻ്റെ അർത്ഥം. SGEM സ്റ്റാർട്ട് എന്നൊരു അഡ്രസ് ലൊക്കേഷൻ കൊടുക്കുകയാണ്. അതിനെ ഞാൻ ഈ ഫസ്റ്റ് അഡ്രസ് ലൊക്കേഷനിലേക്ക് ഡിഫൈൻ ചെയ്യാണ്. സ്റ്റാർട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്. ആദ്യം ഒരു പോർട്ടിനെ സെലക്ട് ചെയ്തു, ആ പോർട്ടിനെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡിലേ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ആ ഡിലേ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് പിന്നെ അത് റിട്ടേൺ ചെയ്യുന്നത് പിന്നെയും എൻ്റെ മെയിൻ റുട്ടീനിലേക്കായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് ടാർഗറ്റിനെ ബിൽഡ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ടാർഗറ്റ് 1 റൈറ്റ് ക്ലിക്ക് ചെയ്തു ഞാൻ. എന്നിട്ട് ബിൽഡ് ടാർഗറ്റ് കൊടുത്തു. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, 0 എറേഴ്സ് ആൻഡ് 4 വാർണിംഗ്സ് എന്നാണ്. അപ്പം വാർണിംഗ്സ് എന്നുള്ളത് കുഴപ്പമില്ല. എന്തെങ്കിലും എറേഴ്സ് വരുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കേസിൽ എനിക്ക് എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. അടുത്ത എനിക്ക് ചെയ്യേണ്ടത് ഡീബഗ് എടുക്കുന്നു. ദെൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഡീബഗ് സെഷൻ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ ആദ്യം ചെയ്തത് ബിൽഡാണ്. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഡീബഗ് ആണ്. ദെൻ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഡീബഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ഡീബഗ് എടുക്കണു, റൺ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പ്രോഗ്രാമിങ്ങിലും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് കാണുന്നതെന്ന്. റിസൾട്ട് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പെരിഫറൽസ് ആണ്. പെരിഫറൽസ് എടുക്കുന്നു. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്ത് പോർട്ട് 1.3 ആണ്. അപ്പോൾ ഞാൻ പോർട്ട് 1 എടുത്ത് നോക്കുകയാണ്. അതിനകത്ത് എന്തെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ലോവർ നിബിൾ. ഇപ്പോൾ ലോവർ ബിറ്റിൽ നിന്ന് 0, 1, 2, 3. അപ്പോൾ 0, 1, 2, 3ൽ ബ്ലിങ്കിങ് നടക്കുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് LED ബ്ലിങ്കിങ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ലാബിലാണെങ്കിൽ ഈ വെയിറ്റ് 1, ഈ വെയിറ്റ് 2 അതിന് പകരം നമ്മൾ അഡ്രസ്സ് കൊടുത്തേനെ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ മൈക്രോവിഷനിൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ആ വെയിറ്റ് എന്നുള്ള ആ ലൊക്കേഷൻ മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി. അതിലേക്ക് നമുക്ക് കമാൻഡിനെ അല്ലെങ്കിൽ കൺട്രോളിനെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ വേറെ പെരിഫറൽസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. അതിനകത്ത് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. പോർട്ട് 0 എടുത്ത് നോക്കാം. അതിലൊന്നും വരുന്നില്ല. പോർട്ട് 2 നോക്കാം. അതിലൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ റിസൾട്ട്സ് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെരിഫറൽസിലാണ് സാധാരണ കേസിൽ സിമുലേഷൻ റിസൾട്ട്സ് ഒക്കെ കാണുന്നത്. നമുക്കിതൊക്കെ തൽക്കാലം ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഹാർഡ്വെയറിലാണെങ്കിൽ, ഇത് ഹാർഡ്വെയർ കണക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു LED വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രോഗ്രാമിംഗ് ആണ്. കീൽ മൈക്രോവിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് 8051ൻ്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം.
അതിനോടൊപ്പം തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, comment, share and subscribe. Thank you.